ഹായ് ഫോക്സ്. സോ ഇന്ന് നമുക്ക് 29th ഓഫ് ഡിസംബർ നമ്മുടെ ഇയറിന്റെ ഫൈനൽ ട്രേഡിംഗ് ഡേയ്സ് ആണ്. സോ ഇന്ന് നമുക്ക് ഇന്ന് അത്യാവശ്യം നല്ല ട്രേഡ്സ് ഉണ്ടായിരുന്നു. നമുക്ക് മാനിപ്പുലേഷൻ ഒരു ഈസിലി ട്രേഡബിൾ ഒരു ഓപ്ഷൻ ആയിരുന്നു. അതേപോലെ നമുക്കൊരു അടിപൊളി മാർക്കറ്റ് മേക്കർ സെൽ മോഡലും കിട്ടിയിരുന്നു. സോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇന്ന് മൺഡേ ആണ്. സോ അതിനു മുമ്പ് ലാസ്റ്റ് ഡേ ഞാൻ വീഡിയോ ഇട്ടില്ല, അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് വീക്കത്തെ പ്രൈസ് ആക്ഷൻ ഒന്ന് നോക്കാം. സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ലോ ഫോം ചെയ്തത് ട്യൂസ്ഡേ ആണ് ലോ ഫോം ചെയ്തത്. മൺഡേ അക്യുമുലേഷൻ ആയിരുന്നു, ട്യൂസ്ഡേ മാനിപ്പുലേഷൻ ആയിരുന്നു, വെനസ്ഡേ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, ഫ്രൈഡേ തേഴ്സ്ഡേ പിന്നെ ഹോളിഡേ ആയിരുന്നു. അതേപോലെ ഫ്രൈഡേ പിന്നെ പ്രൈസ് ആക്ഷൻ സ്ക്രാമ്പിൾ ചെയ്തു. ഫ്രൈഡേ പക്ഷെ നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. സോ നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്ക് വരാം. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ആയി. നമുക്കൊരു ഗ്യാപ്പ് ഇട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് പോസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തോ. ഓക്കെ, ഇല്ല, മാർക്കറ്റ് ഗ്യാപ്പ് ഇട്ടിട്ടില്ല. ഓക്കെ, ഞാൻ ഇവിടെ ആയിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ മാർക്കറ്റ് ഗ്യാപ്പ് ഇട്ടിട്ടില്ല. സോ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ കഴിഞ്ഞ് പ്രൈസ് നേരെ ഡ്രോപ്പ് ആയിരുന്നു. നമ്മുടെ ഏഷ്യൻ സെഷൻ ഫുള്ള് ഡ്രോപ്പിംഗ് ആയിരുന്നു. വന്നത് നമ്മളൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്കാണ്. ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആയിരുന്നു. ആ ലിക്വിഡിറ്റി എടുത്ത് റിവേഴ്സ് ആയില്ല. നമുക്ക് സൈൻസ് ഓഫ് റിവേഴ്സൽ ഒന്നും കിട്ടിയില്ല. പോരാത്തതിന് അതൊരു ഏഷ്യൻ സെഷനും കൂടെ ആയിരുന്നു. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ അല്ല. സോ ഇന്നത്തെ ദിവസത്തിന്റെ റിവ്യൂ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലിക്വിഡിറ്റി നമ്മുടെ ഏഷ്യൻ സെഷൻ എടുത്തു. ഏഷ്യൻ സെഷൻ ബ്രേക്ക് ചെയ്താണ് പോയത്. സോ നമുക്ക് അവിടെ ഒരു റിവേഴ്സൽ, ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ നമുക്ക് ഒരിക്കലും നമ്മൾ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം നമ്മൾ റിവേഴ്സലിൽ നമ്മൾ ഒരു വിക്ക് ബേസ്ഡ് ക്യാൻഡിൽ ആയിരിക്കും എപ്പോഴും റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുക. അതാണ് സ്വിംഗ് പോയിന്റ്സ്. ഞാൻ സ്വിംഗ് പോയിന്റ്സ് എന്താണെന്ന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. സോ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയി വന്നൊരിതാണ് നമ്മുടെ ഈ ഒരു ലിക്വിഡിറ്റി കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അടുത്തൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ബൈ സൈഡ് ഇംബാലൻസ്, സെൻ സൈഡ് ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു ബിസി. സോ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു റിവേഴ്സലിന്റെ സൈൻസ് കിട്ടിയിരുന്നു. പക്ഷെ അത് ലോവർ ടൈം ഫ്രെയിമിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം അവിടെ എന്താ ആക്ച്വലി നടന്നതെന്ന്. സോ നമുക്ക് ആ ഒരു പോയിന്റ് നോക്കാം. അവിടെ ആക്ച്വലി ആൾക്കാർ ബൈ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നവർ അവിടെ എങ്ങനെയായിരിക്കും ആ ഒരു ബൈ ഫോം ആവുക, അവിടെ എങ്ങനെയാണ് ആക്ച്വലി സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് ഇവിടെ നമ്മുടെ ന്യൂയോർക്ക് ടൈമിൽ നമ്മുടെ ലണ്ടൻ സെഷനിൽ നമുക്കൊരു ന്യൂയോർക്ക് ഓപ്പൺ ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു. നമുക്കൊരു റിവേഴ്സലിന്റെ സൈൻസ് കണ്ടു. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത്, നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു റിവേഴ്സൽ ഉണ്ടാവില്ല. റിവേഴ്സൽ എപ്പോഴും ഉണ്ടാവാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് റിവേഴ്സൽസ് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിവേഴ്സൽസ് ഇങ്ങനെയും ഉണ്ടാവാം. അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു റിവേഴ്സൽ നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പം നമുക്കല്ലാതെ റിവേഴ്സൽ ഉണ്ടാക്കുന്ന വേറൊന്ന് വെച്ചാൽ ഈ ഒരു എക്സാക്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ, ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരു പോയിന്റ് ഫോം ആയിട്ടുണ്ട്. ആ ഒരു പോയിന്റിന് നല്ല പവർഫുൾ ആയിട്ട് അതിന്റെ മുകളിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടന്ന് തിരിച്ച് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് നമുക്ക് പ്രൈസ് റീ എൻട്രി ചെയ്യുവാണെങ്കിൽ നമുക്കതൊരു ബൈ പ്രോഗ്രാം ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ ഇതൊരിക്കലും ഒരു ബൈ പ്രോഗ്രാം അല്ല, കാരണം ഇവിടെ ഞങ്ങൾ എല്ലാവരും സെല്ലാണ് ചെയ്തിരുന്നത് ഇന്നത്തെ ദിവസം. സോ അതിലോട്ട് വരാം. ഇവിടെ അപ്പൊ ഇങ്ങനെ ക്ലസ്റ്റേഡ് ആയി. അപ്പൊ ഈ ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോഴേ മനസ്സിലാക്കണം ഇതൊരിക്കലും ഒരു ബൈ പ്രോഗ്രാം അല്ല, ഇതൊരു സെൽ പ്രോഗ്രാം ആണ്, അതല്ലെങ്കിൽ ഒരു കണ്ടിന്യൂവേഷൻ പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ പ്രൈസ് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇവിടെ ശരിക്കും നടന്നിരിക്കുന്ന വെച്ചാൽ ടൈം ഡിസ്റ്റോർഷൻ ആണ്. ടൈം ഡിസ്റ്റോർഷൻ എന്താന്ന് വെച്ചാൽ ഈ ഒരു റിവേഴ്സൽ അവസാനം ലോവസ്റ്റ് പോയിന്റ് 345 ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് മാർക്കറ്റ് പിന്നീട് മൂവ് ആയത് 745 ആണ്. ഒരു 4 മണിക്കൂറിന്റെ ടൈം ഡിസ്റ്റോർഷൻ ആയിരുന്നു. ടൈം ഡിസ്റ്റോർഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു AMD സൈക്കിൾ അല്ലാതെ നമ്മളൊരു പ്രൈസ് ഡെലിവറി പ്രൊഫൈൽ സൈക്കിളിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നടന്നു വെച്ചാൽ അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, സോ കൺസോൾഡേറ്റ് ആയി എക്സ്പാൻഡ് ആയി. സോ ആ ഒരു പ്രൊഫൈലാണ്. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു, ടൈം ഡിസ്റ്റോർഷൻ ആയിരുന്നു. ഇതൊരിക്കലും ഒരു റിവേഴ്സൽ പ്രൊഫൈൽ അല്ല. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ മാക്സിമം നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു റിവേഴ്സൽ അല്ല. റിവേഴ്സൽ ആയിരുന്നെങ്കിൽ നമുക്കത് ഇവിടുന്ന് റിവേഴ്സൽ നടക്കേണ്ടതായിരുന്നു. നമുക്കത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ഡിസ്പ്ലേസ് ആയി ഇവിടെ തിരിച്ച് റീ എൻട്രി ചെയ്തു. നമുക്ക് ഇങ്ങനെയായിരുന്നു റിവേഴ്സൽ നടക്കേണ്ടത്. ഒരിക്കലും ഇത്രയും ദൂരം പ്രൈസ് വരില്ല റിവേഴ്സ് ആവാനായിട്ട്. ഓക്കെ, സോ നമ്മുടെ അടുത്തത് നോക്കുവാണെങ്കിൽ നമുക്കപ്പോ ഇവിടെ എങ്ങനെ സെല്ല് ചെയ്ത് നോക്കാം. നമുക്കപ്പോ ഇവിടെ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ഇംബാലൻസ് എന്താ നോക്കാം.
ഞാൻ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയി ഇത് കാണിക്കുന്നില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഇംബാലൻസ് ആണ് ഈ ഒരു ഇംബാലൻസ്. ആ ഒരു ഇംബാലൻസിനെ ചുറ്റിപ്പറ്റി ആയിരുന്നു നമ്മുടെ ഓവറോൾ നമ്മുടെ ട്രേഡിന്റെ ലൈക്ക് ആ ഒരു ഇംബാലൻസിനെ ബ്രേക്ക് ചെയ്ത് പോയതും ഇല്ല. വിക്സ് ഡു ദ ഡാമേജ്, ബോഡി ടെൽസ് ദ സ്റ്റോറി. ഒരു ബോഡിയും മേളിൽ ക്ലോസ് ആയില്ല. സോ നമുക്ക് നോക്കാം. ഈ സമയം 7:30 ന്യൂയോർക്ക് ഓപ്പണിംഗ് ആയി. നമുക്കപ്പോ ഏഷ്യൻ സെഷൻ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ലണ്ടൻ കൺസോൾട്ടേഷൻ ആണ്. അപ്പൊ ഏഷ്യ എക്സ്പാൻഡ് ആയ സ്ഥിതിക്ക് ലണ്ടൻ കൺസോൾട്ടേറ്റ് ചെയ്ത് നമ്മുടെ ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി. സോറി, ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആയി, മാർക്കറ്റ് അല്ല. ന്യൂയോർക്ക് സെഷൻ നമുക്ക് ഇവിടെ ഓപ്പൺ ആയി. ഓക്കെ, ന്യൂയോർക്ക് സെഷൻ നമുക്ക് ഇവിടെ ഓപ്പൺ ആയി. ആ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആയതിന്റെ കൂടെ നമുക്ക് ലോവർ ടൈം ഫ്രെയിംസിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമുക്കൊരു ലോ റിസ്ക് ബൈ ചെയ്യാം. അല്ലെങ്കിൽ ന്യൂയോർക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിലേക്ക് തിരിച്ച് നമുക്കൊരു റിട്രേസ്മെന്റ് വരുമ്പോൾ അവിടെ നമുക്ക് റിട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ട്രേഡ് ആണ്. കണ്ടിന്യൂവേഷൻ ട്രേഡ്സ് എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ റിവേഴ്സൽ ട്രേഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. സോ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ഫെയർ വാല്യൂയിൽ ടാപ്പ് ചെയ്തു, നേരെ നമുക്ക് വന്നു. നമുക്കൊരു 100 പോയിന്റ്സ് 100 ടിക്സ് നമുക്ക് എയിം ചെയ്യായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഡ്രോപ്പ് ആയിരുന്നു. അവിടെ നമുക്ക് തിരിച്ച് മാർക്കറ്റ് ഓപ്പൺ ആയി. അത് നമുക്ക് ലോവർ ടൈം ഫ്രെയിംസിലേക്ക് പോയി നോക്കാം. അപ്പൊ അവിടെയാണ് ആക്ച്വലി ഇന്നത്തെ എനിക്ക് ശരിക്കുള്ള ട്രേഡ് പറഞ്ഞു തരാനുള്ളത്. ഈ ഒരു ഫോൾ ഒക്കെ ആയിരുന്നു ഞാൻ ആ ഒരു സെല്ലിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ സെല്ല് ചെയ്യേണ്ടിയിരുന്ന ഈ ഒരു പോയിന്റിലേക്കായിരുന്നു. ഞാൻ ഈ ഒരു പോയിന്റിലായിരുന്നു സെല്ല് ചെയ്തിരുന്നത്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരുന്നു സെല്ല് ചെയ്തിരുന്നത്. സോ ഈ ഒരു പോയിന്റിൽ ലോ റിസ്ക് സെല്ലാണ്. സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കാം. നമുക്കൊരു ഡ്രോപ്പ് കിട്ടി. സോ നമുക്കവിടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമുക്ക് അത് ജസ്റ്റ് ഒരു ട്രേഡ് ആയിട്ടാണ്. കാരണം അത് മാർക്കറ്റ് ഓപ്പണിന് മുമ്പ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയ പൊസിഷൻസ് എടുക്കാവുള്ളൂ. പോരാത്തിന് ഏഷ്യൻ സെഷൻ ഇത്രയും വലിയ ഒരു ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ ചാടിക്കേറി വലിയ കാര്യങ്ങളൊന്നും എയിം ചെയ്യരുത്. കാരണം നമുക്ക് 9:30 ഓപ്പണിംഗ് ലൈക്ക് ലണ്ടൻ കൺസോൾട്ടേറ്റ് ആയ സ്ഥിതിക്ക് 9:30 ഓപ്പണിംഗ് അത്യാവശ്യം ഒരു പ്രൈസ് ആക്ഷൻ കൊണ്ടുവരും നമുക്ക്. മനസ്സിലായോ? കാരണം കൺസോൾട്ടേഷൻ എക്സ്പാൻഷൻ അതാണ് തിയറി. ആ എക്സ്പാൻഷൻ മാനിപ്പുലേഷൻ ആവാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആവാം. ഓക്കെ, സോ ഈ ഒരു പ്രൈസ് ആക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോളിലേക്ക് പ്രൈസ് റിട്രേസ് ചെയ്തു. ഇവിടുന്ന് ആക്ച്വലി നമുക്കൊരു ഫോൾ ആയിരുന്നു വേണ്ടിയിരുന്നത്. ആ ഒരു ഫോൾ റീക്രിയേറ്റ് ആയി. ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു. പക്ഷെ എനിക്ക് വേണ്ടിയിരുന്ന ഒരു ഒബ്ജക്റ്റീവ് എടുത്തില്ല. കാരണം ഇവിടെ നമുക്ക് ട്രംപിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് എക്സാക്ട്ലി പ്രൈസ് തിരിച്ച് റീട്രേസ് ആയതും നമ്മുടെ 9:30 ഓപ്പണിംഗ് ആയി. 9:30 ഓപ്പണിംഗിന്റെ വോളിയം ഇഞ്ചക്ഷൻ, വോളറ്റാലിറ്റി ഇഞ്ചക്ഷൻ, മാർക്കറ്റ് മണി ഇഞ്ചക്ഷൻ, ക്യാഷ് ഓപ്പണിംഗ്, പൊസിഷൻസ് ഓപ്പണിംഗ് എല്ലാം നമുക്ക് 9:30 ഓപ്പണിങ്ങിന് മാർക്കറ്റ് ഓപ്പണിങ്ങിന് സ്റ്റാർട്ടായി. സോ ആ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇനിയാണ് നമുക്ക് നമ്മുടെ ഓവറോൾ AMD പ്രൊഫൈൽ കൊണ്ടുവരേണ്ടത്. നമുക്ക് ഇത്ര നേരം എന്താ നടന്നിരിക്കുന്നത്? നമുക്ക് ഏഷ്യ എക്സ്പാൻഡ് ആയി, ലണ്ടൻ കൺസോൾട്ടേറ്റ് ആയി. അപ്പൊ നമുക്ക് അടുത്ത് എന്താണ്? ഒന്നെങ്കിൽ ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് അടുത്തൊരു എക്സ്പാൻഷൻ ആണ് നമ്മൾ ന്യൂയോർക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ എക്സ്പാൻഷൻ നോക്കാം. ആ ഒരു എക്സ്പാൻഷൻ നമുക്ക് എപ്പോഴും ഒരു മാനിപ്പുലേഷൻ വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? സോ ഇത് നോക്കിയേ, ഇവിടെ നമുക്ക് അക്യുമുലേഷൻ വന്നിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു മാനിപ്പുലേഷൻ വന്നിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതൊരു അടിപൊളി വീഡിയോ ആണ്. ഈ ഒരു സെയിം ഡേയുടെ വെച്ചിട്ട് ഞാനൊരു ദ ബെസ്റ്റ് മാർക്കറ്റ് മേക്കർ മോഡലിന്റെ എക്സ്പ്ലനേഷൻ ഇടുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് അക്യുമുലേഷൻ വന്നു. മാർക്കറ്റ് ഓപ്പൺ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്ന പ്രൈസ് ആക്ഷൻ, നമുക്ക് മാർക്കറ്റ് ഓപ്പൺ കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് പ്രൈസ് ആക്ഷൻസ് മോസ്റ്റ്ലി മാനിപ്പുലേഷൻസ് ആണ്. സോ നമുക്ക് മാനിപ്പുലേഷൻ വന്നു. മാനിപ്പുലേഷൻ എങ്ങോട്ടാ പോയത്? ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലോ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലോ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റിയോ ആണോ എടുത്തത്? മാനിപ്പുലേഷൻ ചെന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താ? ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തുവിടായിരുന്നോ? മാനിപ്പുലേഷൻ ഒരു വളരെ ഫാസ്റ്റ് മൂവ് ആയിരുന്നു. ആ മാനിപ്പുലേഷൻ എത്ര ഫാസ്റ്റ് ആണെങ്കിലും സ്ലോ ആണെങ്കിലും മാനിപ്പുലേഷൻ നിൽക്കാൻ പോകുന്നത് സെക്കൻഡ് ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ്. മുകളിൽ താഴോട്ട് വരുവാണെങ്കിലും താഴെ നിന്ന് മുകളിലോട്ട് വരുവാണെങ്കിലും രണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോകാൻ പോകുന്നത് രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കാണ്. സോ മാനിപ്പുലേഷൻ എങ്ങോട്ടാ പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്കാണ് പോവാം. സോ ആ ലോവർ ടൈം ഫ്രെയിംസിലേക്ക് വന്നപ്പം ഈ ഒരു സെക്കൻഡ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നു, പ്രൈസ് റിവേഴ്സ് ആയോ? നമുക്ക് നമ്മുടെ ഹൈ ഫോമായ ടൈം നോട്ട് ചെയ്തേക്കാം. ഈ ടൈം ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഹിന്റ് ആണ്, നിങ്ങൾ അത് സ്റ്റഡി ചെയ്യുക. ലൈക്ക് സിമ്പിൾ ആയിട്ട് വെക്കേണ്ടവർക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വെക്കാം. കൂടുതൽ അഡ്വാൻസ് ആയിട്ട് ഡീപ്പായിട്ട് പോകേണ്ടവർക്ക് ഈ ടൈം എന്താണെന്ന് സ്റ്റഡി ചെയ്യുക കേട്ടോ. 9:37 എല്ലാ ദിവസവും ഈ ടൈമിലല്ല വരുന്നത്. നിങ്ങൾ എല്ലാ ദിവസത്തെ റിവേഴ്സൽ ടൈം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. സോ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്തി.
പ്രൈസ് തിരിച്ച് കൺസോൾട്ടേഷനിലേക്ക് വന്നു. കറക്റ്റ് മാക്രോ ടൈമിങ്ങിൽ മാർക്കറ്റ് ഫോളോ ഓഫ് ആയി. ആ ഫോളോ ഓഫിലേക്ക് തിരിച്ച് നമുക്ക് ഫസ്റ്റ് എൻട്രി വന്നു. ഈ ഒരു എൻട്രി എടുക്കാൻ പേടിയുള്ളവർ എടുക്കേ വേണ്ട. നമുക്ക് രണ്ടാമത്തെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിൽ പ്രൈസ് ഒരു വട്ടം ടാപ്പ് ചെയ്തു, 2 വട്ടം ടാപ്പ് ചെയ്തു. നമുക്കപ്പം ലൈക്ക് ഈ ഒരു ഇത് നോക്കി, ഇവിടെ നമുക്ക് പ്രൈസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ല. സ്റ്റിൽ പ്രൈസ് റിവേഴ്സ് ആയെങ്കിൽ അത് ഇവിടുത്തെ സപ്പോർട്ട് കാരണം അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രോ കാരണമാണ്. ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്, സപ്പോർട്ട് വേഴ്സസ് ഡ്രോ. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലെ സപ്പോർട്ട് അല്ല. ഓക്കെ, സപ്പോർട്ട് കാരണമല്ല, ഡ്രോ കാരണമാണ്. അത് ഈ സപ്പോർട്ട് വേഴ്സസ് ഡ്രോ ഞാനൊരു വേറെ വീഡിയോ ഇടാം. സോ ഇവിടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു, നമുക്കതൊരു ഡ്രോ ആയിരുന്നു. ഡ്രോ നമുക്ക് ഫൈനൽ ആയിട്ടൊരു എൻട്രി തന്നെ ആയിരുന്നു. നമുക്കാണോ ശരിക്കും എൻട്രി? അല്ല, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന്, സെൻട്രൽ ബാങ്ക്സിനും സ്മാർട്ട് മണിക്കും വേണ്ടിയുള്ള ഒരു എൻട്രി ആണ്. സോ ആ ഒരു ലോ റിസ്ക് സെല്ല് ഇവിടെ നമുക്ക് സെല് ചെയ്യാം വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ. അത് ചെന്ന് തീർന്നത് നമ്മുടെ ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ മാനിപ്പുലേഷൻ ലെഗിലാണ്. ആ ഒരു ലെഗിൽ വന്ന് നമ്മുടെ മാർക്കറ്റ് മേക്കർ സെൽ മോഡൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എൻഡ് ചെയ്തു. നമുക്കൊരു തേർഡ് ബൈ ഉണ്ട്, അത് തേർഡ് സെല്ലുണ്ട്, അത് നോക്കിയാലോ. ഇതാണ് നമ്മുടെ 9:30 ഓപ്പൺ ചെയ്ത ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലും പ്രൈസ് ഇതായിരുന്നു. ഇവിടെ സെല് ചെയ്യാത്തവർക്ക് ഇവിടെയും സെല് ചെയ്യാം. അവിടെ സെല് ചെയ്തിട്ട് അവർക്ക് ഈ വീക്കിന്റെ ഹാഫോ അല്ലെങ്കിൽ ഈ വീക്കിന്റെ ഫുള്ളോ നമുക്ക് പാർഷ്യൽസ് ഒക്കെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ പാർഷ്യൽസ് എടുക്കാനായിരുന്നു പറഞ്ഞത്, കാരണം നമുക്ക് താഴെ വേറെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ പ്രൈസ് അവിടെ പോയില്ല. സോ ഇവിടെ പാർഷ്യൽസ് എടുത്തു, സ്റ്റോപ്പ് ബ്രേക്ക് ഈവൻ ആക്കി. സോ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്സ് കിട്ടി. അതേപോലെ ഈ ഒരു ബ്ലൂ ഗ്യാപ്പ് ആണ് ബ്രേക്ക് അവേ ഗ്യാപ്പ്. ഈ ഒരു ഗ്യാപ്പിൽ പ്രൈസ് ടാപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ഗ്യാപ്പ് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കേണ്ടതാണ്, കാരണം അതാണ് മാർക്കറ്റ് മേക്കർ മോഡലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്യാപ്പ് എപ്പോഴും ഓപ്പൺ ആയി കിടക്കണം. ആ ഗ്യാപ്പിൽ പ്രൈസ് ടാപ്പ് ചെയ്യാൻ പാടില്ല. ടാപ്പ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് സ്റ്റോപ്പ് ലോസ് ആ ഒരു ഗ്യാപ്പിന്റെ പകുതിയും വെക്കാൻ പറ്റുന്നതാണ്. ബാക്കി പ്രൈസ് നമുക്ക് ഫോളോ ചെയ്ത് റീഡ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതൊരു അടിപൊളി ട്രേഡ് ആയിരുന്നു. നമുക്ക് ഇവിടെ സെല് ചെയ്തവർക്ക് ഇത്രയും പ്രോഫിറ്റ്സ്, ലോ റിസ്കിൽ സെല് ചെയ്തവർക്ക് ഇത്രയും പ്രോഫിറ്റ്സ്, നമുക്ക് നമ്മുടെ 9:30 സെല് ചെയ്തവർക്ക് ഇത്രയും പ്രോഫിറ്റ്സ്. സോ ഇതൊരു ബ്യൂട്ടിഫുൾ ഡേ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമായിരുന്നു. ട്രേഡ് എടുത്തവരെല്ലാം ഇനി ട്രേഡ് ചെയ്യാതിരിക്കുക, മാർക്കറ്റ് വാച്ച് ചെയ്യുക. കാരണം ഇന്നത്തെ ദിവസം അത്യാവശ്യം ഒരു ഹെവി ഡെലിവറി നടന്നിരിക്കുന്നു. ഒരു ബ്യൂട്ടിഫുൾ മാർക്കറ്റ് മേക്കർ മോഡലും ഇന്ന് പ്രസന്റ് ചെയ്തിരുന്നു. സോ മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒരു അടിപൊളി മാർക്കറ്റ് മേക്കറിന്റെ വീഡിയോ ഞാൻ ഉടനെ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് വളരെ ഫാസിനേറ്റിംഗ് ആണ്. നിങ്ങൾ ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, കാരണം ആ വീഡിയോയിലാണ് റിയൽ സോഴ്സ് ഉള്ളത്. കാരണം നിങ്ങളുടെ എൻട്രീസ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ വീഡിയോ തന്നെ വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ബയാസും നമ്മുടെ ഡയറക്ഷനും നമുക്ക് ഓർഡർ ഫ്ലോയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോയും എല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡെലിവറി പ്രൊഫൈൽസ് വെച്ചാണ്. നമുക്ക് ഓർഡർ ഫ്ലോ മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ എൻട്രീസ് സെറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ലോവർ ടൈം ഫ്രെയിംസിലെ മാർക്കറ്റ് മേക്കർ മോഡൽസിന്റെ വീഡിയോസ് തന്നെ വേണം. സോ ഞാൻ അതിന്റെ വീഡിയോ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ until then, be safe guys, trade safe, bye folks.